ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ കല്ലുംപുറത്ത് ഗീവർഗീസ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നിന്ന് നമ്മൾ ടൂർ പോയിട്ടുണ്ടായിരുന്നു. ആ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത്. നാം പാടിപ്പോകട്ടെ ഇന്നലെയുമെന്നും യേശുവേ നാം പാടിപ്പോകട്ടെ യേശുവേ എന്നാത്മാവിൻ ഗീതമേ യേശുവേ നാമമേ എന്നാത്മാവിൻ ഗീതമേ. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടിയിട്ട് നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ പോണത്. അതിന് മുൻപുള്ളത് കൊറോണ ടൈമിലാണ് നമ്മുടെ കല്യാണം, അപ്പോൾ പോകാൻ പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഒരു ആരെയും അറിയില്ല, കല്യാണമാണെങ്കിൽ കൊറോണയിലായിരുന്നു. അപ്പോൾ എനിക്ക് അന്നത്തെ ട്രിപ്പിന് ഒരു ഹാഫ് ഡേ ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ ജോബിച്ചില്ല, എല്ലാവരും ഫാമിലി ആയിട്ടാണ് പോണത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ജോബിച്ചില്ലാത്തതിൻ്റെ ഒരു സങ്കടം. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുത്തിയ സുന്ദരി കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിരു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞ വളകിലുത്തിയ സുന്ദരി പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിരു ചേർക്കണേ. എങ്ങിനെ എങ്ങിനെ നീ മറക്കും കുയിലേ, എങ്ങിനെ നീ മറക്കും പാടം പച്ച പാവാടയിട്ടപ്പോൾ പാവം നീ എത്ര മേലോട്ടു പൊങ്ങി. പാടം പച്ച പാവാടയിട്ടപ്പോൾ പാവം നീ എത്ര മേലോട്ടു പൊങ്ങി. എന്തൊരു ദാഹം, എന്തൊരു മോഹം, എന്തൊരു തീരാത്ത തീരാത്ത ശോകം. എങ്ങിനെ എങ്ങിനെ നീ മറക്കും കുയിലേ, എങ്ങിനെ നീ മറക്കും. കുട്ടനാട് മുല്ലയിൽ പറയണി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ അമ്പിടി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകരി വികൃതി വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കറുമ്പി അങ്ങ് തിരിഞ്ഞ് ഞാൻ ഇളം കണ്ണു കുടിക്കുമ്പോ പഴങ്കട പറയടി പുള്ളിക്കുയിലേ. പനന്നത്തെ പുന്നാരപ്പൂമുത്തെ കുന്നെല്ലിൻ പൂങ്കരളേ, ഉച്ചയ്ക്കു നീ എന്റെ കൊച്ചുവാഴത്തോപ്പിൽ ഒന്നുവ പൊന്നഴകേ. പച്ചപ്പാനന്ദത്തെ പുന്നാരപ്പൂമുത്തെ കുന്നെല്ലിൻ പൂങ്കരളേ, നീ ഒന്നുവ പൊന്നഴകേ. തെയ്യന്നം തെയ്യന്നം പാടുന്ന പാട്ടത്ത് നീയൊന്നു പാടഴകേ. കൊയ്യുന്ന കൊയ്യത്തരിവാളിന്റെ
കിളി പെയ്യുന്ന പാട്ടുപാട് പച്ചത്താരണ്ടത്തെ പുന്നാരപ്പൂമുത്തെ പുന്നല്ലിൻ പൂങ്കരളേ ആഹാ പാലും പഴവും കൈകളിലെ പാലും പഴവും കൈകളിലെ പാലും പഴവും കൈകളിലെ പാലും പഴവും കൈകളിലെ സുന്ദരി സുന്ദരി നാളെയാണ് കാളിമംഗലം നാളെയാണ് കാളിമംഗലം നാളെയാണ് കാളിമംഗലം मेरे सपनों की रानी कब आएगी तुम मेरे सपनों की रानी कब आएगी तुम चलिया दूर चलिया चलिया दूर चलिया സംഗമം വെള്ളിച്ചില്ലം വിടവേ തുള്ളി തുള്ളി ഒഴുകും തരുനിരയൊഴുകും തരുവി പറയാമോ എന്നാണ് സംഗമം എന്നാണ് സംഗമം അടുത്തത് മൈരേച്ചി മധുപകയോ മലരിതളുകളിൽ മധുചൊല്ലും സംഗീതം പഞ്ചാരപ്പനങ്കിളിക്കേ വൻപയർ മണിയെന്ന് തോന്നിച്ചെന്ന കരഞ്ഞൂതി കഥ കേൾക്കൂ കൺമണി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. രാവിലത്തെ പാട്ടും ബഹളമൊക്കെ കഴിയുമ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ നൈബേഴ്സ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ആ ഒരു വഴിയിലുള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ കമ്മിറ്റിക്കാരാണ്. അപ്പോൾ എല്ലാവരും ഒരേ വൈബാണ്, എല്ലാവരും എല്ലാത്തേക്കും ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പാട്ട് പാടുകയാണെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരാൾക്കും പിന്നിൽ നിൽക്കാൻ പറ്റില്ല. എല്ലാവരും അറിയുന്ന പോലെ പെർഫോം ചെയ്യണം. എന്താ പറയുക, നന്നായിട്ട് പാടാൻ കഴിവുള്ളവർ, നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവർ, അങ്ങനത്തെ വേർതിരിവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്താ പറയുക, നന്നായിട്ട് സിങ്ക് ആവാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പൊറാട്ടയും മുട്ടക്കറിയാണ് കഴിച്ച് പിന്നെയും ബസ്സിലേക്ക് തിരിച്ചു. കുട്ടനാടിനീളം കേരെ നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. യാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെ എല്ലാ വിശ്വാസത്താലെയാ വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും വീഴ്ചകൾ വിശ്വാസത്താ എന്നുണ്ടിൽ ചെങ്കടൽ രണ്ടാകുന്നു വിശ്വാസത്താൽ എന്നുണ്ടിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ
എന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. മതിലുകൾ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർന്നു. തുമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളെല്ലാവരും കൂടി കയറാൻ പോവാണ്. ടിക്കറ്റൊക്കെ അവർ സെൽഫാണ് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് നടന്നു. നല്ല സ്ഥലമായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടത്. അപ്പം നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്രാവശ്യം മൊത്തം നടക്കേണ്ട സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ആതിരപ്പള്ളി, വാഴച്ചാല്, തുമ്പൂർമൊഴി അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നടന്ന്, കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്, കുറച്ച് നേരം നടന്ന്, കുറച്ച് നേരം റെസ്റ്റ് എടുത്തൊക്കെ അങ്ങോട്ട് ഒപ്പിച്ചു എന്ന് പറയാം. ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നടക്കാനുണ്ട്, എന്നാലും ഓരോ സ്ഥലത്ത് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലായിടത്തും ഇരുന്ന് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പല പ്രായത്തിലുള്ള ആൾക്കാരുമാണല്ലോ. എനിക്ക് പ്രായം കുറവാണെങ്കിലും എൻ്റെ തണ്ടുകളുടെ പ്രശ്നം കാരണം എനിക്ക് ഇടയ്ക്ക് ഇരിക്കും നടക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. കുറേ കുരങ്ങന്മാരനൊക്കെ കണ്ടു. കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പം അടുത്ത് ബാംഗ്ലൂർ പോയപ്പോൾ ലാൽബാഗ് കണ്ടില്ലേ, കുഞ്ഞു പിള്ളേരെ, കുഞ്ഞു കുരങ്ങൻ കുട്ടികൾ. അപ്പം അതുപോലെ പിന്നെ അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചവടി ബീച്ചിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നു ഇതുപോലെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മറ്റേ വളയം വെച്ചിട്ട് ബിസ്ക്കറ്റും കുപ്പികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലിടുക അങ്ങനെ. അപ്പോൾ അതിലൊക്കെ കുറച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഗ്രൂപ്പിലുള്ള കുറച്ച് പേര്. അവിടെ തന്നെ സ്നാക്സിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ഒക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റെസ്റ്റ് എടുക്കാനും ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ കയറിയിട്ടുള്ളത് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. കുറച്ചധികം നീളമുണ്ട് കേട്ടോ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിനെ. സെൻറ്ററിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നല്ല ആട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ കയറിയ വഴിക്ക് പറയായിരുന്നു ആടുന്നുണ്ട് ആടുന്നുണ്ട് എന്ന്. ഓരോ അടി കാലെടുത്ത് വെക്കുമ്പോഴും ഒരുമാതിരി വെള്ളമടിച്ച പോലെ കിറുങ്ങി നടക്കുന്ന അവസ്ഥയായിരുന്നു. രസം ഉണ്ടായിരുന്നു. എന്തായാലും രണ്ട് സൈഡിലും വെള്ളം പോകുന്നുണ്ട്. പക്ഷെ അത്ര ഫോഴ്സിലൊന്നുമല്ല, പരന്ന് കിടക്കുകയാണ്. പിന്നെ മഴക്കാലമൊന്നുമല്ലല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതായിരിക്കും. അങ്ങനെ ശാന്തതയിൽ ഒഴുകുന്ന ഒരു റിവർ അടി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രം. നമ്മളിപ്പോൾ തുമ്പൂർമൊഴിയിൽ നിന്ന് ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ പറയുന്ന തൂക്കുപാലം ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ അറ്റത്തു നിന്ന് ആ അറ്റം വരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ അത് രണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഈ തൂക്കുപാലം പണിതിട്ടുള്ളത്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ് ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 100 മീറ്ററോളം നീളത്തിലാണ് ഈ തൂക്കുപാലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിനോടടുത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ചിത്രശലഭങ്ങളുടെ ഒരു പാർക്കും ഉണ്ട് കേട്ടോ. തുമ്പൂർമൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് എവിടുത്തെ സ്ഥലമാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തുമ്പൂർമൊഴി സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും അതുപോലെ വാഴച്ചാലൊക്കെ ഉള്ളത്. അപ്പോൾ അതിരപ്പള്ളിയും വാഴച്ചാലാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ ഈ ബ്രിഡ്ജ് കടന്ന് ചെല്ലുന്ന ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയ്ക്കുള്ളൊരു കണക്ഷനാണെന്നും കൂടി ഇതിനെ പറയാം. ചാലക്കുടിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ജലസേചന പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുമ്പൂർമൊഴിയിലെ ചാലക്കുടി പുഴയ്ക്കും അതിരപ്പള്ളിക്കും കുറുകെയായിട്ട് ഒരു തടയണ നിർമ്മിക്കുന്നത്. വെള്ളം കിട്ടാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏകദേശം 2 കോടിയോളം രൂപ ചിലവാക്കിയിട്ടാണ് അന്നത് പണിതിട്ടുള്ളത്. നമ്മൾ തൂക്കുപാലത്തിൽ കയറുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചെവുഞ്ചയിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല എന്ന് വേണം പറയാൻ. നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. റഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് പാലത്തിൻ്റെ ആട്ടവും കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെല്ലെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഇനി കുട്ടികളാണെങ്കിൽ പാർക്കിൽ പോയി കളിക്കാനുള്ള തിക്കും തിരക്കിലാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി അടുത്തത് പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹായൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഞാനവിടെ വീഡിയോ പിടിച്ച് നിന്നപ്പോൾ എല്ലാവരും ഹായൊക്കെ പറഞ്ഞ് എന്തായാലും യൂട്യൂബിലിടണം, വൈറലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് അടിക്കുകയായിരുന്നു. വോയിസ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ ആൾക്കാരുള്ളതല്ലേ, അപ്പോൾ കലപ്പില ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മെല്ലെ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ കയറി നോക്കാൻ മറക്കല്ലേ.
കൈവീടുണ്ടാക്കി പെയ്യുന്ന മലമഴയ്ക്ക് ഹല്ലേലൂയ 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 മണ്ണിലും വിണ്ണിലും മന്ദാസം മധുര മനോഹര ഗാനം ഹല്ലേലൂയ 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 എല്ലാരും ചൊല്ലന് എല്ലാരും ചൊല്ലന് എല്ലാരും നെഞ്ചിലങ്ങ് സമയത്ത് നമ്മുടെ ഇടയ്ക്ക് ഒരു ജർമ്മനിക്കാരി വന്ന് പെട്ടു. അപ്പം നമ്മളെല്ലാവരും കൂടി സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആളും എന്തായാലും ഹാപ്പി, ഞങ്ങളും ഹാപ്പി എന്ന് പറയുന്ന പോലെ. രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് എന്താ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. ആൾ ഭയങ്കര പൊളൈറ്റായിരുന്നു, നല്ല രീതിക്ക് എന്താ പറയുക കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നെ വിട്ടത്. ആളെടുത്ത ഫോട്ടോസൊക്കെ ആളുടെ ഫോണിലെടുത്തതൊക്കെ നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരികയൊക്കെ ചെയ്തു കേട്ടോ. അടുത്ത കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുട്ടികൾക്കുള്ള പാർക്കിലേക്കാണ് വന്നേക്കുന്നത്. പിള്ളേർ സെറ്റ് അതിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഓടി നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അവിടെ ഒരു മണ്ഡപം പോലെ പണിതിട്ടിട്ടുണ്ട്. അവിടെ പോയിരുന്ന് വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ തന്നെ ചിത്രശലഭത്തിൻ്റെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളവിടെ പോയിട്ടില്ല, ഇതിനടുത്ത് എവിടെയോ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മണ്ഡപത്തിലാണ് നമ്മളെല്ലാവരും കയറിയിരിക്കുന്നത്. അവിടെ അപ്പോഴേക്കും പാട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾ കളവം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ ഈ മനോഹര തീരം തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ നിത്യഹരിതയ ഭൂമിയല്ലാതെ മാനസ സരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളോ, വസുന്ധരേ വസുന്ധരേ ഒരു കാലം തുറക്കാതെ വെക്കാം ആരാമത്തിൽ മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടമെന്നോടെ ആരാമത്തിൽ ഞങ്ങൾ കണ്ട് പുഷ്പത്തിൻ ഒരു പുഷ്പം മാത്രമേ താരക പെണ്ണാരേ താരക പെണ്ണാരേ ഒരു നരമിഴിയാരേ
പെണ്ണാളെ നമ്മുടെ പാട്ടും ഡാൻസൊക്കെ കണ്ടിട്ട് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെവിടെ പോകുന്നോ നമ്മൾ എൻജോയ് ചെയ്യുക പോരുക, അത്രയും നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. നമ്മൾ വരുമ്പോൾ 2 കുരങ്ങൻ കുട്ടികൾ ഇരുന്ന് പാനൊക്കെ നോക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കപ്പിൾസാ തോന്നുന്നു, അതോ സിബിലിങ്സ് ആണെന്ന് അറിയില്ല. നമ്മൾ അവിടുന്ന് നേരെ വണ്ടി എടുത്തു. അടുത്തതായിട്ട് പോകുന്നത് വാഴച്ചാലിലേക്കാണ്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വാഴച്ചാലാണ്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഒരു വീട്ടിലെ ഊണ് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ബീഫ് ബിരിയാണി കഴിച്ചേ. പണ്ടത്തെ കാരക്ക മിഠായി കിട്ടിയിട്ടാണ്. അപ്പോൾ ബസ്സിലുള്ള എല്ലാവർക്കും വേണ്ടി ആ ബോക്സ് അങ്ങനെ വാങ്ങിച്ചു. അങ്ങനെ എല്ലാവരുടെയും വായ അടപ്പിച്ച് വെച്ചു എന്ന് പറയാം. കാരക്ക മിഠായി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്ന് അങ്ങ് പിടിവിടണമെങ്കിൽ ടാറൊട്ടിയ പോലെ ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാവരുടെയും വായ കുറച്ച് നേരത്തേക്ക് അടച്ചു എന്ന് പറയാം. അങ്ങനെ അത്യാവശ്യം കാരക്ക മിഠായി അന്നത്തെ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് വാഴച്ചാൽ കാണാനാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിരപ്പള്ളി, വാഴച്ചാൽ, ചാർപ്പ ഈ 3 സ്ഥലങ്ങളിലേക്കും ഒരേ ടിക്കറ്റ് തന്നെ കാണിച്ചു കൊടുത്താൽ മതി. ഒരാൾക്ക് 50 രൂപ വരുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നമ്മൾ വാഴച്ചാലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഒക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരാളുടെ തോളിൻ്റെ പൊക്കത്തിൽ അവിടെ ഗ്രില്ലൊക്കെ പോലെ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് വീഴാനൊന്നും സാധ്യതയില്ല. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് അവിടെ കൂടി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടിട്ട് ആൾക്കാർ അതിനനുസരിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വരുന്ന ആൾക്കാർ അതുപോലെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് റഷൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു. ഇതുപോലെ എല്ലാ ഫാമിലീസിൻ്റെയും ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഫാമിലി ഫോട്ടോ എടുത്തു, അതുപോലെ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. തിരുപ്പള്ളിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററിന് ദൂരത്തായിട്ടാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. എന്താ പറയുക, ജലപാതയിൽ നിന്ന് ഒരു 800 മീറ്റർ ഉയരാണുള്ളത്. കുത്തനെയുള്ള ചാട്ടമല്ല കേട്ടോ, ഇതൊരു പരന്നിട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. തോളയാറ് വനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റുമുള്ളത് വനപ്രദേശമാണ്, മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഒരുപാട് ഉയരത്തിൽ എന്താ പറയുക, ഒരു മല പോലെ കാടാണ് ചുറ്റും. ഇത്രയും പരന്നിട്ട് ഒഴുകുന്ന വെള്ളമാണെങ്കിലും അത് ഈ കല്ലിലൊക്കെ തട്ടിയിട്ട് ഒഴുകുമ്പോഴത്തെ ആ ശബ്ദം ഉണ്ടല്ലോ, അത് എന്താ പറയുക, അത് വേറൊരു അനുഭവം തന്നെയാണെന്ന് പറയാം. ഞാനിപ്പോൾ അത്രയും സൗണ്ട് കുറച്ച് വെച്ചിട്ട് അടക്കം ഇത്രയും നല്ല എഫക്റ്റിൽ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ വരുന്ന വഴിക്കും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ട്. ഓരോ കൈവഴികളായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബസ്സിൽ യാത്ര തുടങ്ങുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അതിരപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന വാഴച്ചാലും അതിരപ്പള്ളിയും ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് പണ്ട്, ഞാൻ 4ാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് എപ്പോൾ ടൂർ പോവുകയാണെങ്കിലും ഈ സ്ഥലത്തേക്കൊക്കെയാണ് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വന്ന സ്ഥലമാണെന്ന്. പക്ഷേ ബോധം വന്നതിന് ശേഷമൊക്കെ
നേരിട്ടൊരു കാണുന്നത് ഇപ്പോഴൊക്കെയാണ് കേട്ടോ. പിന്നെ അതിരപ്പള്ളിയിലെ ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് പോകുന്നൊരു വഴിയുണ്ട്. ശരിക്കും കുത്തനുള്ള ഇറക്കമാണ്, മലയാറ്റൂർ മലയൊക്കെ പോലെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. 400 മീറ്ററാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങേണ്ടത്. അതെന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമായ കാരണം പോയിട്ടില്ല. പിന്നെ ഈ കൂട്ടത്തിൽ വന്നിട്ടുള്ള ഒരു വിധം എല്ലാവരും ഒരു വട്ടം പോയ കാരണം പിന്നെ ആർക്കും ഇറങ്ങാനും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോയില്ല. ജോബിസിനെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സമയപരിമിതിയും പിന്നെ ഒറ്റയ്ക്ക് പോകാനുള്ള മടിയൊക്കെ കാരണം മൂപ്പരാളും അങ്ങനെ പോയില്ല. പക്ഷെ കണ്ടോടത്തോളം നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. താഴത്തേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു അനുഭവം കൂടി ആയിരുന്നിരിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പരന്നിട്ട് കിടക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ വന്നിട്ട് താഴത്തേക്ക് നല്ല അസലായിട്ട് ചാടുന്നുണ്ട്. 3 പാറയുടെ ഇടുക്കിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അതിരപ്പള്ളി പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒന്നില്ലെങ്കിൽ ബാഹുബലി സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്ര ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ വരെ നമ്മുടെ എന്താ പറയുക ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലം വരിക എന്ന് പറയുമ്പോൾ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല അല്ലേ. ഇപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് ബാഹുബലി വെള്ളച്ചാട്ടം എന്നും കൂടി ഒരു പേര് വന്നിട്ടുണ്ട്. അപ്പം അത്രയും മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അത്രയും ദൂരത്തുനിന്ന് അവർ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും ഭംഗിയുണ്ട് അല്ലേ. ആ സിനിമ ഇപ്പോൾ എന്താ പറയുക ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കൂടി എനിക്ക് ആ സിനിമയിലെ ഭാഗങ്ങളാണ് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാൻറ്റസി പോലെ എന്താ പറയുക പ്രഭാസൊക്കെ തമന്നയുടെ പിന്നാലെ ആ മല കയറി പോകുന്നത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും അതൊക്കെ ഗ്രാഫിക്സ് ആയിരിക്കും, എഡിറ്റിംഗ് ആയിരിക്കും എന്നൊക്കെ. അത് നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുമ്പോൾ കേരളീയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. ബാഹുബലി മാത്രമല്ല, രാവൺ എന്ന് പറയുന്ന സിനിമയില്ലേ, ആ സിനിമയിലെ ചില ഭാഗങ്ങളും ഈ സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മലയാളം ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഒരുപാട് സിനിമകളിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട്. അതൊക്കെ സിനിമയിൽ കാണുമ്പോഴും ഒരു സന്തോഷം തന്നെയാണ്. ഇതിന് ചുറ്റും കാണപ്പെടുന്ന വനങ്ങളിലെ ദൈവസമ്പത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ഔഷധ മൂല്യമുള്ള സസ്യങ്ങൾ വളരുന്നുണ്ട്, അപൂർവമായിട്ടുള്ള ജീവജാലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാ ഈ ഒഴുകുന്ന വെള്ളത്തിൽ പോലും വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് മത്സ്യങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ല ആവാസ വ്യവസ്ഥയാണെന്ന് പറയാം. ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആകുമ്പോൾ നമ്മൾ എത്രത്തോണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ ഇറങ്ങി അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർക്ക് പോരുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.